ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് എല്ലാവർക്കും ദന്തചികിത്സ ഡെന്റൽ ട്രീറ്റ്മെന്റ് ഫോർ ആൾ എന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഐ എം ഡോക്ടർ അലി എംബ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. ഓക്കെ, ഫസ്റ്റിൽ നമുക്ക് പറയുന്നത് ക്യാഷ് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട്, അതൊരു പരമാർത്ഥമാണ്. പക്ഷേ അറിവ് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടോ? അറിവ് ഉള്ളവര് ക്യാഷ് ഉള്ളവരാണ്. ഒന്നുകൂടി പറയാം, അറിവ് ഉള്ളവര് ക്യാഷ് ഉള്ളവരാണ്, അറിവില്ലാത്തവരാണ് റിയലി പാവപ്പെട്ടവർ. അപ്പോൾ നമുക്കിതിനെ 3 തരമായിട്ട് തരംതിരിക്കാം: എ ടൈപ്പ്, ബി ടൈപ്പ് ആൻഡ് സി ടൈപ്പ്. എ ടൈപ്പ് ആളുകൾ ഞാൻ പറയുന്നു പുവർ. എന്താണ് അവരുടെ പാവപ്പെട്ടതിൻ്റെ കാരണം? ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. അവർക്ക് അറിവില്ല, അറിവ് നേടാൻ അവർ ശ്രമിക്കുന്നുമില്ല. രണ്ടാമത്തെ ടൈപ്പ് എഡ്യൂക്കേറ്റഡ്. ഇവർക്ക് അറിവുണ്ട്. ഇവിടെ ക്യാഷ് ഉണ്ടോ അതോ ഇല്ലയോ എന്നതൊരു വിഷയമേ അല്ല. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ്, ദിസ് ഈസ് സെലിബ്രിറ്റി ടൈപ്പ്. സിഗ്നിഫിക്കൻ്റ് ആയ ഇഷ്ടംപോലെ ക്യാഷ് ഉള്ള ടൈപ്പ് ആളുകളുണ്ട്. ഇവർക്ക് അവരുടെ ആവശ്യത്തിനധികം, അവരെ ഉപയോഗത്തിലധികം അവർക്ക് എന്തുണ്ട്? ക്യാഷ് ഉണ്ട്. അപ്പോൾ നമ്പർ എ, ബി ആൻഡ് സി വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോ ഡിവിഷനെ സംബന്ധിച്ചും പൂർണ്ണമായിട്ട് സംസാരിക്കാം. എ ടൈപ്പ്. എന്താണ് എ ടൈപ്പ്? ഇവർക്ക് അറിവ് ഇല്ല എന്നുള്ളതാണ് മെയിൻ ഡിഫക്റ്റ്, ക്യാഷ് ഇല്ല എന്നുള്ളതല്ല. ക്യാഷ് ഇല്ല എങ്കിൽ അത് ഉണ്ടാക്കാൻ ഇവർക്ക് അറിവുണ്ടായാൽ മതി. നിങ്ങൾ ഓരോ ആളുകളും എക്സാമ്പിൾ ഉണ്ടാക്കുക. നിങ്ങൾ റിയലി പാവപ്പെട്ടവനാണ് ആകണമെങ്കിൽ യു ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. നിങ്ങൾ പഠിക്കുന്നില്ല, പഠിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ ടൈപ്പ് ആളുകൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് എന്താണ്? ഇവിടെ ഈ ടൈപ്പ് ആളുകൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റിലാണ്. ഇവർക്ക് പൂർണ്ണമായി ഡെന്റൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്യേണ്ടത് പല്ല് വേദന വന്നാൽ എക്സ്ട്രാക്ഷൻ ചെയ്യുക, പല്ല് നഷ്ടപ്പെട്ടാൽ എടുത്തു വെക്കുന്ന പല്ല് ചെയ്യുക, ക്ലിപ്പിന് ഊരി വെക്കുന്ന ക്ലിപ്പ്, ഈ ടൈപ്പ് സംഭവങ്ങൾ അവരുടെ ഏറ്റവും വില കുറച്ച് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് ഫ്രീ ആയിട്ടോ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ട്രീറ്റ്മെന്റ് നിഷേധിക്കുന്നു എന്നതിലല്ല കാര്യം. പാവപ്പെട്ടത് എന്നതല്ല, അറിവ്, എഡ്യൂക്കേഷൻ നേടാൻ സാധിച്ചിട്ടില്ല, അതിന് ശ്രമിക്കുന്നില്ല എന്ന കുറ്റം കൊണ്ടാണ് അവരെന്തായത്? ദേ ആർ ബിക്കം പുവർ, അവർ പാവപ്പെട്ടവരായത്. യെസ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി, ബി കാറ്റഗറിയിലോട്ട് നമുക്ക് പോകാം. എന്താണ് ബി കാറ്റഗറിയുടെ പ്രത്യേകത? ഇവർക്ക് ക്യാഷ് ഉണ്ടോ ക്യാഷ് ഇല്ലയോ എന്നതൊരു വിഷയമേ അല്ല. either they are rich or poor or middle class. ഇതൊരു വിഷയമേ അല്ല. ഇവർക്ക് അറിവുണ്ടായതുകൊണ്ട് അവർക്ക് എന്ത് നേടാം? അവർ വെൽത്തിയാണ്. ദേ ആർ വെൽത്തി, അവർ സമ്പന്നരാണ്. ഈ ടൈപ്പ് ആളുകൾ എടുക്കേണ്ട ട്രീറ്റ്മെന്റ് ചികിത്സ എന്നുള്ള കാറ്റണാണ്. ചികിത്സ. അപ്പൊ എന്താണ് ചികിത്സ?
വേദന വന്ന പല്ല് റൂട്ട് കനാൽ ചികിത്സയാണ്. ആ പല്ല് കവർ ചെയ്യുന്നത് ക്രൗൺ ട്രീറ്റ്മെന്റ് ആണ്. FPD എടുത്തു വെക്കുന്ന പല്ലിന് പകരം ഫിക്സ് ചെയ്യുന്ന പല്ല് ട്രീറ്റ്മെന്റ് ആണ്. ബ്രിഡ്ജ് പല പല്ലുകളും പോയിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ആയിട്ട് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ആണ്. ദെൻ ക്ലിപ്പിംഗ് പല ടൈപ്പ് ക്ലിപ്പ് ചെയ്യുന്നത്. ക്ലിപ്പ് സാധാരണഗതിയിൽ ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബെക്സോ സ്ട്രൈറ്റ് വെയർ അപ്ലയൻസോ എനി ട്രീറ്റ്മെന്റ് ദേ ആർ ട്രീറ്റ്മെന്റ് ക്ലാസ്. ദിസ് ഈസ് നമ്പർ 2, ദാറ്റ് ഈസ് B. ഇനി അടുത്ത ക്ലാസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് C ക്ലാസ്. എന്താണ് ഇവരുടെ പ്രത്യേകത? ദേ ആർ ഹൈലി എഡ്യൂക്കേറ്റഡ്. എന്താണ്? They are highly educated and so they are so rich. അവരെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവർക്ക് എന്തുണ്ട്? സമ്പത്തുണ്ട്. അപ്പൊ സമ്പത്തും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ദീസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഒരച്ഛന്റെ മക്കളാണ്. ഇവർക്ക് നമുക്കൊരു പേര് കൊടുക്കാം. ദേ ആർ സെലിബ്രിറ്റി ക്ലാസ്. സെലിബ്രിറ്റി ക്ലാസ്. അപ്പൊ എന്താണ് സെലിബ്രിറ്റി ക്ലാസ് C ക്ലാസിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഈ ആളുകൾക്ക് സാധാ ട്രീറ്റ്മെന്റ് പോരാ. അവർക്ക് എന്ത് വേണം? ദേ ആർ അഡ്വാൻസ് ട്രീറ്റ്മെന്റ്. ഇവർക്ക് അഡ്വാൻസ് ട്രീറ്റ്മെന്റ് വേണം. എല്ലാത്തിനും അവർക്ക് എന്ത് വേണം? സ്പെഷ്യാലിറ്റി സർവീസസ് വേണം. അതുകൊണ്ട് തന്നെ ഒരു സെക്ഷൻ ഈ ടൈപ്പ് ആളുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. A ടൈപ്പ് ആളുകൾക്കും മാറ്റി വെക്കുന്നുണ്ട്, B ടൈപ്പ് ആളുകൾക്കും വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്, C ടൈപ്പ് ആളുകൾക്കും മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആരാണ് ഇവർ? They are politicians, they are business people, they are high class employees, they are doctors, they are engineers, they are chartered accountants, they are teachers, lecturers. സമൂഹത്തിൽ ഉയർന്ന ക്ലാസ്സിൽ നിൽക്കുന്ന എല്ലാ ആളുകളും ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. അപ്പൊ ഇവരെടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ്? ഈ ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ദേ ആർ ട്രീറ്റിംഗ് വെരി ഗുഡ്. വളരെ നല്ല ട്രീറ്റ്മെന്റ് ഇവരെടുക്കുള്ളൂ. കാരണം എന്താണ്? their time is more value for them. 10 തവണ നടക്കാൻ അവർക്ക് സമയമില്ല. അവർക്ക് ഒരു ദിവസം കൊണ്ട് നടക്കേണ്ട കാര്യം 1 മണിക്കൂർ കൊണ്ട് നടക്കണം. അതുകൊണ്ട് തന്നെ they are categorized as C type dealing. അവർക്ക് പ്രത്യേക സെക്ഷനായിട്ട് ഓരോ ക്ലിനിക്കിലും അവരുടെ കംഫർട്ടിനനുസരിച്ച് പ്രാക്ടീഷണേഴ്സ് നോർമൽ സെക്ഷൻ എന്ന് മാറ്റി ഒരു സെക്ഷൻ അവർക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ആദ്യം ചോദിക്കട്ടെ, എല്ലാ ആളുകൾക്കും ഡെന്റൽ ട്രീറ്റ്മെന്റ് ആയില്ലേ? യെസ്. പക്ഷെ എല്ലാ ആളുകൾക്കും എല്ലാ ട്രീറ്റ്മെന്റുമായോ? നോ. അപ്പൊ ഇവിടെ A ക്ലാസ്സിന് കിട്ടുന്നതും B ക്ലാസ്സിന് കിട്ടുന്നതും C ക്ലാസ് കിട്ടുന്നതും ട്രീറ്റ്മെന്റ് ഈസ് ഡിഫറൻറ്റ്. The only reason is they are not educated. അപ്പോൾ ആരൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ടോ, ആരൊക്കെ അറിവ് നേടുന്നുണ്ടോ, ആരൊക്കെ അറിവ് നേടാൻ സാധിക്കുന്നുണ്ടോ, അവർ ജീവിതത്തിൽ ദേ ആർ വെൽത്തി ക്ലാസ്. അവരാണ് ജീവിതത്തിലെ വെൽത്തി ക്ലാസ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പൂർ അല്ല. പൂർ എന്ന കാറ്റഗറി നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നാണ്, അല്ലാതെ പ്രകൃതി അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുന്നതല്ല. നമ്മൾ വെൽത്തി ആവാനാണോ? there is only one way. We have to learn and we have to be educated. Okay? Thank you all. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ
എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്നോട് പറയുക. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കും നിങ്ങളെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് പങ്കുവെക്കാം. യെസ്, ഐ എം ഡോക്ടർ അലി, അലി അരുമ്പ്രാസൻ ക്ലിനിക്, മേലാറ്റൂർ. താങ്ക് യു.